നമസ്കാരം ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കിന്ന് സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. നമുക്കറിയാവുന്നതുപോലെ സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ഫോമാറ്റ് ഏതാണ്? സബ്ജക്ട് പ്ലസ് V2, വെർബിന്റെ സെക്കൻഡ് ഫോമാറ്റ്. Now let's do some exercises. See first one. They dash Taj Mahal last week. അവർ കഴിഞ്ഞ ആഴ്ച താജ്മഹൽ സന്ദർശിച്ചു. അപ്പോൾ ഇതിൽ ഏതെടുക്കാം? വിസിറ്റ്, വിസിറ്റഡ് ഓർ വിൽ വിസിറ്റ്. ഇത് ഏതാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ? ഇതിൽ ഏത് ഓപ്ഷനാണ് ചൂസ് ചെയ്യാൻ പറ്റുക? വിസിറ്റ്. വിസിറ്റ് എന്നുള്ളത് V1 ആണല്ലേ, നമുക്ക് എടുക്കാൻ പറ്റില്ല. വിസിറ്റഡ് V2 ആണ്. കറക്റ്റ്. വിൽ വിസിറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല, ഇത് ഫ്യൂച്ചർ ടെൻസിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഏത് വെർബാണ് യൂസ് ചെയ്യേണ്ടത്? വിസിറ്റഡ്. സോ ദ ആൻസർ ഷുഡ് ബി ദേ വിസിറ്റഡ് താജ്മഹൽ ലാസ്റ്റ് വീക്ക്. So visit എന്നുള്ളത് V1, visited എന്നാൽ V2 ആണ്. So we used V2. So the answer should be they visited Taj Mahal last week. Now let's see another one. The dog dashed loudly. പട്ടി ഉച്ചത്തിൽ കുരച്ചു എന്നാണ് നമുക്ക് മീനിങ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ഏത് വെർബ് യൂസ് ചെയ്യാം? ബാർക്സ്, ബാർക്ക് ഓർ ബാക്ഡ്. അപ്പോൾ നമുക്കറിയാമല്ലേ, സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ V2 മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇതിൽ ബാർക്സ് എന്നുള്ളത് V1 ആണ്, ബാർക്ക് എന്നുള്ളതും V1ന്റെ ഗണത്തിലേക്ക് പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഏതാണ് V2? ബാക്ഡ്. സോ ദ ആൻസർ ഷുഡ് ബി ദ ഡോഗ് ബാക്ഡ് ലൗഡ്ലി. പട്ടി ഉച്ചത്തിൽ കുരച്ചു. നോ സീ അനദർ വൺ. റാം ഡാഷ് ഫുട്ബോൾ യെസ്റ്റർഡേ. റാം ഇന്നലെ ഫുട്ബോൾ കളിച്ചു. ഇതിൽ ഏത് വെർബാണ് ചൂസ് ചെയ്യേണ്ടത്? പ്ലേ, പ്ലേഡ് ഓർ വിൽ പ്ലേ. പ്ലേ V1 ആണല്ലേ, പ്ലേഡ് V2. വിൽ പ്ലേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ, ഏത് ഫ്യൂച്ചർ ടെൻസിനാണ് യൂസ് ചെയ്യേണ്ടത്. സോ ഏത് വേർഡാണ് യൂസ് ചെയ്യേണ്ടത്? റാം പ്ലേഡ് ഫുട്ബോൾ. വൈ? പ്ലേഡ് എന്നുള്ളതാണ് V2. സോ റാം പ്ലേഡ് ഫുട്ബോൾ യെസ്റ്റർഡേ. ലെറ്റ്സ് സീ അനദർ വൺ. മൈ മദർ ഡാഷ് ഫുഡ് യെസ്റ്റർഡേ. എൻ്റെ അമ്മ ഇന്നലെ ഭക്ഷണം പാകം ചെയ്തു, കുക്ക് ചെയ്തു. ഇതിൽ ഏതാണ് യൂസ് ചെയ്യാൻ പറ്റുക? കുക്ക്, കുക്സ് ഓർ കുക്ഡ്. ഇതിലേതാണ് V1? കുക്ക്. കുക്സ് നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് യൂസ് ചെയ്യുന്നത് അല്ലേ, അപ്പോൾ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ കുക്ഡ് ഈസ് V2. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? മൈ മദർ കുക്ഡ് ഫുഡ് യെസ്റ്റർഡേ. സോ കുക്ഡ് ആണ് V2. ലെറ്റ്സ് സീ അനദർ വൺ. ഷീ ഡാഷ് അറ്റ് ദ പാർട്ടി. Dance, danced or dances. So which one can be selected here? So ഇതിൽ ഏതാണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത്? Which one can be chosen? Dance or danced or dances? Obviously it should be danced, right? Why? Dance എന്നാൽ V1, അതിന്റെ V2 ഏതാണ്? Danced. പക്ഷെ നമുക്ക് dances എന്നെടുക്കാൻ പറ്റില്ല അല്ലേ. Why? ഇത് ഈ ഫോമാറ്റ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. സോ we can write it as she danced at the party. അവൾ പാർട്ടിയിൽ ഡാൻസ് ചെയ്തു. ഡാൻസ്ഡ് എന്നുള്ളതാണ് V2. Let's see another one. David dashed to church yesterday. Go, went, goes. നമുക്കറിയാം അല്ലേ, ഡേവിഡ് ഇന്നലെ പള്ളിയിൽ പോയി. Go എന്ന് പറഞ്ഞാൽ V1, went എന്ന് പറഞ്ഞാൽ V2, goes നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഏത് യൂസ് ചെയ്യാം? went. Why? went is the V2 of go. So the answer should be David went to church yesterday. Let's see another one. We dash her last month. ഞങ്ങൾ അവളെ ലാസ്റ്റ് മന്ത് കണ്ടു. ഞങ്ങൾ അവളെ കഴിഞ്ഞ മാസം കണ്ടു. Meet, met or meets. Obviously it should be met, right? Why? Meet is V1 and met is V2. So the answer should be we met her last month. ഞങ്ങൾ അവളെ കഴിഞ്ഞ മാസം കണ്ടു. മെറ്റ് എന്നുള്ളതാണ് V2. അപ്പോൾ നമുക്ക് സിമ്പിൾ പാസ്റ്റിന്റെ റൂൾ പ്രകാരം V2 മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. സോ ഇറ്റ് ഷുഡ് ബി മെറ്റ്. സോ എങ്ങനെയായിരിക്കും ആൻസർ? വി മെറ്റ് ഹർ ലാസ്റ്റ് മന്ത്. അവിടെ ഞങ്ങൾ കഴിഞ്ഞ മാസം കണ്ടു. Another one. He dash many chocolates. Eat, eats or ate. ഇതിൽ ഏതാണ് V1? Eat. Eats നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. Ate ആണ് V2. So eat is V1 and ate is V2.
So the answer should be he ate many chocolates. അവൻ വളരെയധികം chocolates തിന്നു. So he ate many chocolates. He ate many chocolates. Let's see another one. I dashed to buy a pen. ഞാൻ ഒരു പേന വാങ്ങാൻ മറന്നുപോയി. So forget, forgets, forgot or forgotten. ഏതാണ് യൂസ് ചെയ്യേണ്ടത്? Forget is V1, forgets we use only in simple present tense, forgot is V2 and forgotten is V3. ഇപ്പോൾ നമ്മൾ ഏതാണ് യൂസ് ചെയ്യേണ്ടത്? V2 അല്ലേ? ഏതാണ് V2? Forgot. I forgot to buy a pen. ഞാൻ ഒരു പേന വാങ്ങാൻ മറന്നുപോയി. Let's see another one. രാജു ആൻഡ് രാധ ഡാഷ് ദ ഗോൾഡ് മെഡൽ. അതായത് രാജുവും രാധയും ഗോൾഡ് മെഡൽ നേടി, വിൻ ചെയ്തു എന്നാണ് നമ്മളിവിടെ എക്സ്പ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഏതാണ് യൂസ് ചെയ്യാൻ പറ്റുക? വിൻ, വിൻഡ് ഓർ വൺ. സോ ഇതിൽ വിൻ എന്നുള്ളത് V1, വിൻഡ് എന്നുള്ളത് റോങ് ആയിട്ടുള്ള വേർഡാണ്. വി കനോട്ട് യൂസ് ഇറ്റ്. സോ V2 ഏതാണ്? 1. സോ ഇറ്റ് ഷുഡ് ബി രാജു ആൻഡ് രാധ വൺ ദ ഗോൾഡ് മെഡൽ. രാജുവും രാധയും ഗോൾഡ് മെഡൽ നേടി. Another one. My uncle dashed to my school today. എൻ്റെ അങ്കിൾ ഇന്ന് സ്കൂളിൽ വന്നു. കം, came, come. ഇപ്പോൾ കം എന്നുള്ളത് V1 ആണ്. came V2, again V3, come. So which word can be used here? came. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റുക? My uncle came to my school today. ഇന്ന് എൻ്റെ അങ്കിൾ സ്കൂളിലേക്ക് വന്നു. ഇന്ന് സ്കൂളിലേക്ക് എൻ്റെ അങ്കിൾ വന്നു. Let's see another one. He dashed at 7 AM today. അവൻ ഇന്ന് രാവിലെ 7 മണിക്ക് എഴുന്നേറ്റു എന്നാണ് നമ്മളിവിടെ എക്സ്പ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഏതാണ് യൂസ് ചെയ്യാൻ പറ്റുക? ഗെറ്റ് അപ്പ്, ഗോട്ട് അപ്പ് ഓർ ഗെറ്റ്സ് അപ്പ്. സോ ഗെറ്റ് അപ്പ് എന്നുള്ളത് V1 ആണല്ലേ, നമുക്കറിയാം. ഗോട്ട് അപ്പ് എന്നുള്ളത് V2. ഗെറ്റ്സ് അപ്പ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ സിമ്പിൾ പ്രസന്റ് ടെൻസ് അല്ലേ. അപ്പം വിച്ച് വേർഡ് ക്യാൻ ബി യൂസ്ഡ് ഹിയർ? ഹി ഗോട്ട് അപ്പ് അറ്റ് 7 AM. അവൻ ഇന്ന് രാവിലെ 7 മണിക്ക് എഴുന്നേറ്റു. ഹി ഗോട്ട് അപ്പ് അറ്റ് 7 AM ടുഡേ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ച് ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഐഡിയ ലഭിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമുക്ക് എന്നൂടെ റീക്യാപ്പ് ചെയ്യാം. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? ഒരു കഴിഞ്ഞ കാലത്ത് നടന്നിട്ടുള്ള ഒരു ആക്ഷനെയോ ഒരു ഇവന്റിനെയോ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഫോമാറ്റ് എന്താണ്? സബ്ജക്റ്റ് പ്ലസ് V2. അപ്പോൾ ഇതിൽ V2 മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, we will see tomorrow with another video related to simple past tense. So thank you.